മഹാശിവരാത്രി നാളിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളെല്ലാം ബലിതർപ്പണത്തിനായി വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം, ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ചടങ്ങുകൾ നടന്നത്. മഹാശിവരാത്രി നാളിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത്. മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിലെല്ലാം അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. പുലർച്ചെ മുതൽ ഭക്തർ ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലെത്തിയിരുന്നു. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം, ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മൂവാറ്റുപുഴയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ക്ഷേത്രക്കടവിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഭക്തർക്ക് സുരക്ഷിതത്തോടുകൂടി ബലിതർപ്പണം നടത്തുന്നതിനുള്ള സംവിധാനമാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരുന്നത്. ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരേ സമയം 700ഓളം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരുന്നു. നിരവധി പുരോഹിതന്മാർ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രണ്ട് വെള്ളം മാത്രം കുട്ടി 3 പ്രാവശ്യം നിലത്തേക്ക് പൂവെടുത്ത് പുറകിലേക്ക് കളഞ്ഞ് എള്ളുവെള്ളം കൂട്ടി 3. ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി പിതൃകർമ്മങ്ങൾ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ചത്. മഹാശിവരാത്രി നാളിൽ ഉപവസിച്ചും ഉറക്കമൊഴിഞ്ഞും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തി മടങ്ങിയത്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.